ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന അൽഗോരിതമാണ് ഫ്ലൂറീസ് അൽഗോരിതം. ഫ്ലൂറീസ് അൽഗോരിതം എങ്ങനെയാണ് ഒരു ഓയിലർ ടൂർ ഒരു ഓയിലർ ഗ്രാഫിൽ കണ്ടുപിടിക്കുന്നതെന്നുള്ള പ്രൊസീജിയറാണ് പറയുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുക വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ചൂസ് എനി വേർട്ടെക്സ് ഇൻ യു ഓയിലർ ഗ്രാഫ് കണ്ടുപിടിക്കുക. ഏതെങ്കിലും ഒരു വേർട്ടെക്സ് കണ്ടുപിടിക്കാം. ഇഫ് വോക്ക് ഹാസ് ബീൻ ചൂസൺ സച്ച് ദാറ്റ് ഓൾ ദ എഡ്ജസ് സെലക്റ്റഡ് ആർ ഡിഫറെൻറ്റ് ദെൻ ചൂസ് അനദർ എഡ്ജ്. നമ്മൾ ഫസ്റ്റ് എന്താണ് ഒരു വോക്ക് ചൂസ് ചെയ്യുക. എല്ലാ എഡ്ജസും എന്താവണം, ഡിഫറെൻ്റ് ആയിരിക്കണം. എഡ്ജസിൻ്റെ റെപ്പറ്റീഷൻ വരാൻ പാടില്ല. സച്ച് ദാറ്റ് ദി എഡ്ജ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം പ്രീവിയസ് സെലക്റ്റഡ് എഡ്ജസ് ആൻഡ് ദാറ്റ് എഡ്ജ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ വി ഐ unless no alternative, that is not a cut edge of edge deleted graph, choose the last. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വോക്കിൽ എന്താണ് എഡ്ജസിൻ്റെ റെപ്പറ്റീഷൻ വരാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ അത് വേർട്ടെക്സിൽ ഇൻസിഡൻറ്റഡ് ആയിരിക്കണം, ഐസൊലേറ്റഡ് ആവരുത്. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതൊരു കട്ട് എഡ്ജ് ആവരുത്. അങ്ങനെയുള്ള എഡ്ജസിനെ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടി. നോ ഓൾട്ടർനേറ്റീവ്, ദാറ്റ് ഈസ് നോട്ട് എ കട്ട് എഡ്ജ് ഓഫ് എഡ്ജ് ഡിലീറ്റഡ് ഗ്രാഫ്. അതിന് നമ്മളെന്താണ് ലാസ്റ്റാണ് പക്ഷേ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു വോക്ക് ഒരു വേർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എഡ്ജസിനെ എല്ലാം വെച്ചൊരു വോക്ക് കൺസ്ട്രക്റ്റ് ചെയ്തു. എല്ലാ എഡ്ജസും എക്സാക്ട്ലി വൺസ് ആണെങ്കിൽ പിന്നെ നമ്മൾ അതിൽ പെടാത്ത ഏതെങ്കിലും എഡ്ജസ് ഉണ്ടോ എന്ന് നോക്കുക. അത് വേർട്ടെക്സിൽ ഇൻസിഡൻ്റ് ആയിട്ട് ഇരിപ്പുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ അത് കട്ട് എഡ്ജ് അല്ലാതെ അല്ലെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി അടുത്തതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഓയിലർ ടൂർ കണ്ടുപിടിച്ചതാണ്. ഈ സ്റ്റെപ്പുകളെല്ലാം കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് സ്റ്റെപ്പ് 2ലേക്ക് പോകാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ V1 E1 V2 E2 V5 E3 V8 E9 V1 E12 അവിടുന്ന് V5ലേക്ക് പോയി. V5ൽ നിന്ന് E11 V6 E10 V7 E5 V3 E9 V4 E8 V2 E7 V3 E6 V1. ഇതാണ് ഒരു ഓയിലർ ലൈൻ. എഡ്ജസിൻ്റെ റെപ്പറ്റീഷൻ വരാതെ കട്ട് എഡ്ജസിനെ അല്ലാതെ ഉള്ള എഡ്ജസ് എടുക്കാതെ നോക്കിയിട്ട് വേണം നമ്മളിത് വരയ്ക്കാനായിട്ട്. പിന്നെ ഒരു തിയറം പറയുന്നത് എ കണക്റ്റഡ് ഗ്രാഫ് ഈസ് ആൻ ഓയിലർ റിഗൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഗ്രാഫ് ക്യാൻ ബി ഡീകമ്പോസ്ഡ് ഇൻ ടു എഡ്ജ് ഡിസ്റ്റോയിങ് സൈക്കിൾസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളതൊരു ഓയിലർ ഗ്രാഫാണെന്ന് വിചാരിക്കുക. ഓയിലർ ഗ്രാഫാണെങ്കിൽ അതിനെന്തുണ്ടാവും, ഒരു ഓയിലർ ലൈൻ ഉണ്ടാവും. അപ്പോൾ എല്ലാ വേർട്ടെക്സും ഈവൻ ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതിന് നമുക്കൊരു സൈക്കിൾ ഫോം ചെയ്തു. അപ്പോൾ G- ആ സൈക്കിള് നമ്മൾ അവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് G1 മറ്റൊരു സബ് ഗ്രാഫ് കിട്ടും. G1ൽ നിന്നും നമ്മൾ മറ്റൊരു സൈക്കിൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് G2 ഒരു നൾ ഗ്രാഫായിരിക്കും. അതായത് ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഓരോരോ സൈക്കിൾസിൻ്റെ യൂണിയൻ ആണല്ലോ. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് എ ഗ്രാഫ് ക്യാൻ ബി ഡീകമ്പോസ്ഡ് ഇൻ ടു എഡ്ജ് ഡിസ്ജോയിൻറ്റ് സൈക്കിൾസ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഗ്രാഫ് ഓയിലറിങ്ങിനാണെങ്കിൽ ഓയിലർ ടൂർ ഉണ്ടാകും. അതിൽ നിന്ന് ഒരു സൈക്കിൾ എടുക്കുന്നു, നമ്മൾ ഗ്രാഫിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു G1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് മറ്റൊരു സബ് ഗ്രാഫ് കിട്ടും. ആ സബ് ഗ്രാഫിന് G1ൽ നിന്ന് വേറൊരു സൈക്കിൾ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നൾ ഗ്രാഫ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്കിതിൻ്റെ കോൺവേഴ്സ് അസ്യൂം ചെയ്യാം. ദാറ്റ് ഈസ് എ ഗ്രാഫ് ഈസ് എ യൂണിയൻ ഓഫ് എഡ്ജ് ഡിസ്റ്റോയിൻറ്റ് സൈക്കിൾസ് ആണെന്ന് വിചാരിക്കാം. എഡ്ജ് ഡിസ്റ്റോയിൻറ്റ് ആയുള്ള സൈക്കിൾസ് എന്ന് വെച്ചാൽ എന്താണ്, അത് ക്ലോസ്ഡ് ആയിരിക്കും. ക്ലോസ്ഡ് ആണെങ്കിൽ എന്താണ്, അതിൻ്റെ അകത്തുള്ള ടെർമിനൽ വെർട്ടീസസിൻ്റെ ഡിഗ്രി 2 ആയിരിക്കും. ഒരു സൈക്കിളിൻ്റെ അകത്തുള്ള എല്ലാ വേർട്ടെക്സിൻ്റെയും ഡിഗ്രി 2 ആയിരിക്കും. അപ്പോൾ എഡ്ജ് ഡിസ്റ്റോയിൻറ്റ് സൈക്കിൾ എന്ന് വെച്ചാൽ ഓൾ വെർട്ടീസസ് ആർ ഓഫ് ഈവൻ ഡിഗ്രി. വെൻ ഓൾ ദ വെർട്ടീസസ് ആർ ഓഫ് ഈവൻ ഡിഗ്രി വി ക്യാൻ സേ ദാറ്റ് ദ ഗ്രാഫ് ഈസ് ആൻ ഓയിലർ ഗ്രാഫ്. ഇങ്ങനെയാണ് നമ്മളത് പ്രൂവ് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ളതാണ് കോണിക്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലത്തിൽ എങ്ങനെയാണ് ഓയിലർ ടൂർ കാണിക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4 ലാൻഡ് ഏരിയാസ് ആണുള്ളത്. ഐലൻഡ്സ് C, A, B, D ഇവർ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന 7 ബ്രിഡ്ജസ് വെച്ചിട്ടാണ് നമ്മളതിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ വരച്ചതാണ്. Cന്ന് Aയിലോട്ട് 2 കണക്ഷൻ വെച്ചും Bന്ന് D, Dന്ന് A, Cന്ന് D ഒരു കണക്ഷൻ വെച്ചും. അതായത് ബ്രിഡ്ജസിനെയാണ് ലൈൻസ് വെച്ചിട്ടും ലാൻഡ് ഏരിയസിനെയാണ് വേർട്ടീസസ് വെച്ചും കാണിക്കുന്നത്. The problem is to start at any point and reach the ending point without the repetition of the bridges എന്നാണ്. അപ്പോൾ ആക്ച്വലി ഈ ഗ്രാഫ്
ഓയിലേറിയൻ ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ഓയിലേറിയൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ദർ ഇസ് നോ വോക്ക് കണക്റ്റിംഗ് ഓൾ ദ എഡ്ജസ്. എല്ലാ എഡ്ജസിനെയും കണക്ട് ചെയ്തിട്ട് നമുക്കൊരു വോക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ദിസ് ഗ്രാഫ് ഈസ് നോട്ട് ആൻ ഓയിലേറിയൻ ഗ്രാഫ് എന്ന് നമുക്ക് പറയാം.